യോ വാട്സ്ആപ്പ് ഗായ്സ്, വീണ്ടും നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായി ഞാൻ നിങ്ങൾക്ക് നല്ല നല്ല മൂവീസൊക്കെ സജഷൻ ചെയ്തിട്ട്, അപ്പോൾ ഇന്നത്തെ എന്താ പറയുക, ഇന്നൊരു കിടിലം സിനിമയായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ മൂവി സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ഓൾ മൈറ്റി കമാൻഡോ. 1985 ഇറങ്ങിയ കമാൻഡോ, നമ്മുടെ ആര്യനാട് ശിവശങ്കരൻ അഭിനയിച്ച, നമ്മുടെ അർണോൾഡ് സ്വാസ്നെഗർ അഭിനയിച്ച ദ കമാൻഡോ, ദി എവർഗ്രീൻ കമാൻഡോ. ഒരു രക്ഷയില്ലാത്ത സിനിമയാണ്. ഞാൻ കുഞ്ഞിലെ ഇപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ ഫാദറാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സിനിമ എന്താ പറയുക ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അർണോൾഡ് എന്ന് പറഞ്ഞൊരു നടനുണ്ട്. എന്താ പറയുക, ആ നടൻ്റെ ഒരുപാട് എന്താ പറയുക സിനിമയുടെ ലൈനപ്പ് ഉണ്ട്. അപ്പം നീ ഇങ്ങനത്തെ ഇത് പറയും ഈ ഒരു സിനിമയൊക്കെ കാണണം എന്ന് പറഞ്ഞത് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യിച്ചത് സത്യം പറഞ്ഞാൽ എൻ്റെ ഫാദറാണ്. അപ്പോൾ അതുപോലെ തന്നെ അന്നോട്ട് തന്നെ ഈ സിനിമ കണ്ടതോടെ ഞാൻ ഭയങ്കര ഫാനായി. അർണോൾഡിൻ്റെ പ്രെഡേറ്റർ, ട്രൂ ലൈസ്, അങ്ങനെ പിന്നെ മറ്റേ അതിന് മുമ്പൊരു സിനിമ ഇറങ്ങിയില്ല, ടെർമിനേറ്റർ. അപ്പോൾ അതുപോലെ തന്നെ ആ ലൈനപ്പിൽ എല്ലാ സിനിമയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പടം കൂടെയാണ് കമാൻഡോ. അപ്പോൾ ഞാൻ സ്ഥിരം പറയുന്ന പോലെ നിങ്ങൾക്കൊരു സ്റ്റോറി അങ്ങനെ വലുതായിട്ടൊന്നുമില്ല, ഒരു സ്റ്റോറി ഓവറോൾ പറഞ്ഞുതരാം. ബാക്കി കാര്യങ്ങൾ പറഞ്ഞു പറയാം. നിങ്ങൾ എന്തായിരുന്നാലും കാണണം. ഓക്കെ, ഇനി ഇത് കമാൻഡോ എന്നൊരു സിനിമ നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ പിന്നെ നിങ്ങൾ എൻ്റെ പൊന്നളിയാ സിനിമ കാണാൻ നിൽക്കരുത്. ഓക്കെ, കമാൻഡോ കണ്ടിട്ടില്ല എന്നല്ല, ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് മൂവി. പിന്നെ വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഈ കമാൻഡോ കണ്ടു കഴിഞ്ഞാൽ, കമാൻഡോ എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ പീക്ക് സിനിമയാണ്. ആക്ഷൻ പീക്ക് എന്ന് പറഞ്ഞാൽ ആക്ഷൻ്റെ ഭയങ്കര ആക്ഷൻ സിനിമയാണ് നമ്മുടെ കമാൻഡോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ആക്ഷൻ പടങ്ങളൊന്നും എന്താ പറയുക കാണത്തില്ല. ഓക്കെ, കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ സിനിമ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ എന്താ പറയുക ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷേ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ ആൻഡ്രൂ ടേറ്റ് ഒരു ഇൻസ്റ്റാഗ്രാമിൽ റീൽ കണ്ടാണ്. ആൻഡ്രൂ ടേറ്റ് പറഞ്ഞൊരു കാര്യമാണ്, ഈ സിനിമകളെന്ന് പറഞ്ഞാൽ അർണോൾഡ് അഭിനയിച്ച് ഇതുപോലത്തെ സിനിമകളൊന്നും എന്താ പറയുക ഇപ്പോൾ എന്താ പറയുക അത് എടുക്കാനായിട്ട് ആരും തയ്യാറല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊപ്പഗാൻഡ. ആൻഡ്രോയിഡ് റേറ്റ് അത് പറഞ്ഞ വീഡിയോ എന്ന് വെച്ചാൽ പ്രൊപ്പഗാൻഡ. കാരണം വെച്ചാൽ ഇത്രയും ഒരു മാസ്കുലിൻ ആയിട്ടുള്ള സിനിമ ഒന്നും ഇപ്പോൾ എടുക്കത്തില്ല. ഇപ്പോൾ തന്നെ വേറെ കുറച്ച് പൊളിറ്റിക്സ് ചേർത്തിട്ട് പലരും എന്താ സിനിമ എടുക്കും. ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. അപ്പോൾ സംഭവം അതാണ്. അപ്പോൾ നിങ്ങൾ എന്തായിരുന്നാലും ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും പറയാം, ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു കാറ്റഗറിയിൽ ഉള്ള സിനിമ ഇഷ്ടംപോലെ ഉണ്ട്. നമുക്ക് അർണോൾഡിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ബ്രൂസ് വിൽസിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ മറ്റേ റാംബോയിൽ അഭിനയിച്ച സിൽവർസ്റ്റർ സലോൺ, അവൻ്റെയൊക്കെ സിനിമ കുറേ ഉണ്ട്. അപ്പോൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ അതുപോലത്തെ പടങ്ങളെല്ലാം നിങ്ങൾക്ക് എന്താ പറയുക കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടും. അപ്പോൾ എന്തായിരുന്നാലും ഞാൻ പറഞ്ഞ ഒരുപാട് സമയം കളഞ്ഞു, സോറി. എന്തായിരുന്നാലും നമുക്ക് സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം. 1.5 മണിക്കൂറേ ഉള്ളൂ. ഭയങ്കര ആക്ഷനായിട്ടുള്ളൊരു കിടിലം ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടൊരു 1.5 മണിക്കൂർ സിനിമ. ഓക്കെ, അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ കഥ വേറൊന്നുമല്ല, ജോൺ മെട്രിക്സ്. ഇതിൻ്റെ അത് നമ്മുടെ അർണോൾഡിൻ്റെ പേരാണ് ജോൺ മെട്രിക്സ്. അപ്പോൾ അവൻ എന്ന് പറഞ്ഞാൽ റിട്ടയർ ആയിട്ടുള്ള ഒരു എലീറ്റ് ആയിട്ടുള്ള സോൾജറാണ്. ഓക്കെ, പല സ്പെഷ്യൽ കമാൻഡോ യൂണിറ്റൊക്കെ നടത്തിയെന്ന് പറയാം, അതിലൊക്കെ ലീഡ് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ മെട്രിക്സ്. ഇപ്പോൾ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അർണോൾഡ് എന്ന് പറയാൻ ഒരു കുന്നിൻ പ്രദേശത്തിൽ നമ്മുടെ മലയിടുക്കിൽ എന്താ പറയുക ഈ അവൻ്റെ മോളുമായിട്ട്, ഭാര്യയില്ല മോള് മാത്രമേ ഉള്ളൂ, ജെനി എന്നാണ് പേര്. അപ്പോൾ അവൻ്റെ മോളുമായിട്ട് വളരെ ശാന്തവും സമാധാനമായിട്ട് ജീവിക്കുന്ന ഒരു പീസ്ഫുൾ ലൈഫ് ആയിട്ട് നിൽക്കുക. അപ്പോഴേ പെട്ടെന്ന് ഒരു ദിവസം ഇവൻ്റെ വീട്ടിൽ എന്താ പറയുക കുറേ മെർസനറീസ് എന്ന് പറഞ്ഞാൽ മറ്റേ വാടക ഗുണ്ടകളെന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഇച്ചിരി കൂടെ ഹൈലി കുറച്ചും കൂടെ എന്താ പറയുക ഗണ്ണും വല്ല ഭയങ്കര വെപ്പൺസും ടെക്നോളജീസ് ഉള്ളവന്മാരാണ് മെർസനറീസ്. അപ്പോൾ ഇവന്മാരെന്ത് ചെയ്യും, ഇവന്മാർ പിന്നെ നമ്മുടെ മെട്രിക്സിൻ്റെ വീട്ടിൽ അറ്റാക്ക് ചെയ്യും. അപ്പോൾ അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്കും ഉള്ള ജെനി അവളുടെ നമ്മുടെ അർണോൾഡിൻ്റെ മോളെ എന്ത് ചെയ്യും പൊക്കിക്കൊണ്ടുപോകും, ഇവന്മാരെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ടുപോകും. അപ്പോഴേക്കും എന്ത് ചെയ്യും, അപ്പോൾ മനസ്സിലാവും ഇത് ഇതിൻ്റെ പുറകിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തനാണ് എന്ന് വെച്ചാൽ ഇവൻ്റെ ഒരു പണ്ടത്തെ കമാൻഡോ ഇതിൻ്റെ അകത്ത് നിന്ന ഒരുത്തനാണ്. അപ്പോൾ അവൻ്റെ പ്രതികാരമാണ്, ബെനറ്റ് എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ അവൻ്റെ പ്രതികാരമാണ് ഈ സിനിമ എന്ന് പറയുന്നത്. അവൻ്റെ അപ്പം മോളെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഇവനവിടെ പ്രതികാരം തീർക്കണം. അപ്പോൾ എന്ത് ചെയ്യും, അർണോൾഡിനെ ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഈ അർണോൾഡിനെ നമ്മുടെ ഒരു പ്ലെയിനിൽ കയറ്റിക്കൊണ്ട് ഇവന്മാർ നിൽക്കുന്ന ഒരു മാൻഷനോ ഒരു റിസോർട്ടോ അവിടെയാണ്, ഒരു ഐലൻഡിലാണ്. അപ്പോൾ അങ്ങോട്ട് അർണോൾഡിനെ പൊക്കിക്കൊണ്ട് പോകണം. അപ്പോൾ അർണോൾഡിനെ അവിടെ പൊക്കിക്കൊണ്ട് പോകണമെന്നുള്ള ഇതിൽ എന്ത് ചെയ്യണം, ഒരു പ്ലെയിനിൽ കൊണ്ട് കയറ്റും. ഈ പ്ലെയിനിൽ വെച്ചിട്ടൊരു സീനുണ്ട്, എൻ്റെ പൊന്നളിയാ എന്തോളെ ആ സീക്വൻസ് ഒക്കെ. പ്ലെയിനിൽ വന്നിട്ട് ഇവൻ പ്ലെയിനിൽ ഇടിച്ചിട്ട് എന്താ പറയും, അത് കഴിഞ്ഞിട്ട് പ്ലെയിൻ ഇടിച്ചിട്ടില്ല, ഈ പ്ലെയിനിൽ ഇവൻ വിളിച്ചാറും മറ്റേ കൂടെ ഇരുന്നോട്ട് തന്നെ മൂക്കിട്ട് മണ്ടാക്കിയിട്ട് അടി കൊടുത്തിട്ട് ഇവനെന്തി കൊണ്ടുപോകും. അതിന് മുമ്പ് പ്ലെയിനിൽ നിന്ന് വിളിച്ചാടും. അതൊക്കെ ആ സീനൊക്കെ കിടിലാണ്. അതിന് മുമ്പ് വേറൊരു കാര്യമുണ്ട്, ഇവന് മരത്തടി, എൻ്റെ പൊന്നെ ഒരു സീനുണ്ടല്ലോ, ഇത് മരത്തടി ഇങ്ങനെ വലിച്ചുകൊണ്ട് ഇങ്ങനെ കൊണ്ടുപോകണം. അത് സംഭവം എന്ന് പറഞ്ഞാൽ അത് ഡമ്മി ആയിരിക്കും. ഓക്കെ, ആ മരത്തടി എന്ന് പറഞ്ഞ ഒരു ഡമ്മി ആയിരിക്കും, പക്ഷേ എന്നാൽ ആ ഒരു സീനുണ്ട്, ഇങ്ങനെ മരത്തടി ഇങ്ങനെ തോളിൽ വെച്ചുകൊണ്ട് പോകുന്നൊരു സീന്.
അപ്പോൾ എന്തായിരുന്നാലും ഇനി ഡമ്മി ആയിരിക്കും എന്ന് പറഞ്ഞത്, ഇനി വർക്കൗട്ടിൻ്റെ ഭാഗത്തോട്ട് എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്കറിയണം. പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞു, ഇതിൽ അർണോൾഡിൻ്റെ ഒരു ഫിസിക്ക് ഉണ്ടാളിയാ, എൻ്റെ പൊന്നോ എന്തോന്നാ ഫിസിക്ക്. പിന്നെ അർണോൾഡ് സ്കിബിഡി, ഞാൻ പറഞ്ഞു അർണോൾഡ് നമുക്കൊക്കെ ഇപ്പോൾ സ്കിബിഡി ജോലൈൻ എന്നൊക്കെ പറയുമല്ലോ, പക്ഷേ ഇതിൽ അർണോൾഡിൻ്റെ ഒരു സ്കിബിഡിയും ജോലൈനും ഉണ്ട്. ഈ ജോലൈനൊക്കെ പക്കാ ജോലൈനാണ്, ഒരു രക്ഷയില്ല, പൊളിയാണ്. പിന്നെ അർണോൾഡ് ഫിസിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം വെച്ചാൽ പലരും അർണോൾഡിൻ്റെ ഫിസിക്കിനെ ഒരുപാട് അനുകരിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഐ ലവ് ഇറ്റ്. ഓക്കെ, ഐ ലവ് ഇറ്റ് മാൻ. അപ്പോൾ ഈ സിനിമ നിങ്ങൾ തീർച്ചയായും കാണുക. അപ്പോൾ നമുക്ക് ബാക്ക് ടു ഈ സിനിമയിലോട്ട് വരാം. അപ്പോൾ അർണോൾഡ് ഞാൻ പ്ലെയിനിൽ നിന്ന് ചാടും. പ്ലെയിനിൽ ചാടിയിട്ട് ഒരു പെൺകുട്ടിയായിട്ട് പെൺകുട്ടിയുടെ സഹായം ചോദിക്കും. അങ്ങനെ അവൾ സഹായം ചോദിച്ചു ഇവനെ ഒരുത്തനെ ചേസ് ചെയ്ത് പോകും. അപ്പോൾ ഇവനെ ചേസ് ചെയ്ത് പോയിട്ട് അവനെ പൊക്കി അവ ഒരു പോർഷെ കാറിലാണ് പറഞ്ഞത്, ഒരു മഞ്ഞ പോർഷയിൽ കൊണ്ടുപോയി ഇടിച്ച് ലെവലാക്കും. ഇടിച്ച് ഇങ്ങനെ പറയാം സൈഡിൽ കൊണ്ടുപോയിട്ട് ഇവനെ തൂക്കി എടുത്തിട്ട് എന്ത് ചെയ്യും, ഒരു ക്ലിപ്പിൻ്റെ സൈഡിൽ കൊണ്ടുവച്ചിട്ട് പറയാം എവിടെയാണോ എൻ്റെ മോളാന്ന് ചോദിക്കും. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കും. മോളെ എവിടെയാണെന്ന് വെച്ചാൽ ഒരുത്തനെ കണ്ടാൽ എന്താ പറയുക അവനെ അറിയാൻ പറ്റുമെന്നൊക്കെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കും ആ മോളെ. അപ്പോൾ ഈ അവൻ എന്ത് ചെയ്യും, നീ വെറുതെ വിടാമെന്നല്ലേ വെറുതെ വിടാന്ന് പറയും. അതുപോലെ തന്നെ ചെയ്യും, വെറുതെ വിടാൻ പറഞ്ഞാൽ അതുപോലെ തന്നെ വിടും. ആ ക്ലിപ്പിൽ വെച്ച് തന്നെ കൈ അങ്ങ് വിടും, അവൻ താഴെ പോകും, അവൻ പ്ലക്കോന്ന് അങ്ങ് തീരും. അത് കഴിഞ്ഞിട്ട് ആ പോർഷെ എടുത്തുകൊണ്ട് പിന്നെ അർണോൾഡ് പോകും. അതിനുശേഷം എന്താ പറയും, അതിനുശേഷം ഇവരൊരു വെപ്പൺസ് ഫെസിലിറ്റി പോയിട്ടുണ്ട്. അവിടെ നിന്ന് കുറേ ഗണ്ണൊക്കെ എടുക്കാം. അപ്പോൾ ആ ഗണ്ണൊക്കെ ഒരു റോക്കറ്റ് ലോഞ്ചർ കൂടെ എടുക്കും. ഈ റോക്കറ്റ് ലോഞ്ചർ കോമഡിയാണ്. അതിൽ ഞാൻ പറഞ്ഞില്ല, ഒരു പെണ്ണുമായിട്ട് സഹായം ചോദിക്കുന്നതാണ്, എവളാണ് റോക്കറ്റ് ലോഞ്ചർ തിരിച്ചു വെച്ച് വിടും. അതൊരു കോമഡി സീനാണ്. അതിനുശേഷം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എന്താ പറയുക, അർണോൾഡിൻ്റെ ഒരു ഗെറ്റപ്പ് സീനുണ്ട്. ഗെറ്റപ്പ് സീനിൻ്റെ അത് എന്താ പറയുക, ഈ ഗെറ്റപ്പ് എന്ന് വെച്ചാൽ ഫുള്ള് ഞാൻ പറഞ്ഞ വെപ്പൺ ഫെസിലിറ്റി കുറേ തോക്കും കാര്യങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞാൽ ആ തോക്കും ബോംബും എല്ലാം ഇങ്ങനെ ഒരുങ്ങി എല്ലാം കെട്ടി വെച്ചിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ഒരുങ്ങും. എന്നിട്ടൊരു നിപ്പുണ്ട് ഇവൻ്റെ, ഇപ്പോൾ തീർത്തു പറയാൻ സംഭവം എന്ന് പറഞ്ഞാൽ ഈ സിനിമ എന്ന് പറഞ്ഞാൽ ദ വൺ മാൻ ആർമി എന്ന് പറയല്ലോ, അർണോൾഡ് വേഴ്സസ് ആൻ ആർമി, അങ്ങനത്തെ ഒരു സിനിമയായിരുന്നു. ഒരു രക്ഷയെല്ലാം മച്ചാനെ. ലാസ്റ്റ് എന്ത് ഇവനെ ബെനറ്റ് എന്ന് കണ്ട പേര്, അവനെ പോയിരിക്കും, അവനെ ഫൈറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് മോളെ പൊക്കിക്കൊണ്ടുവരും. എന്നിട്ട് പറയും എന്താ പറയുക, നിങ്ങൾ മറ്റേ കമാൻഡർ ഇവൻ്റെ ലാസ്റ്റ് പോലീസ് സഹായത്തിനെത്തും. ഓക്കെ, ഇവൻ്റെ മിലിറ്ററിയിലുള്ള ടീം സഹായത്തിന് എത്തും. അത് ഇതിന് മുമ്പത്തെ ടീമുണ്ടല്ലോ, സഹായത്തിന് എത്തുമ്പോഴത്തേക്കും അവിടുത്തെ ജനറൽ ചോദിക്കും എന്തെങ്കിലും ബാക്കി ഉണ്ടോടാന്ന് പറയും. അപ്പോൾ അർണോൾഡിന് കുറച്ച് ഡെഡ് ബോഡി മാത്രം ഉണ്ടെന്ന് പറയും. എന്നിട്ട് അവരെ കൊണ്ടുപോകും. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ കിടിലൻ സിനിമയാണ്, കാണാൻ മറക്കരുത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലത്തെ കാറ്റഗറി കുറേ പടമുണ്ട്, ആക്ഷൻ കാറ്റഗറി, അതിലുള്ള എല്ലാ പടവും നിങ്ങൾക്ക് എന്താ ഇഷ്ടപ്പെടും. അത് കഴിഞ്ഞിട്ട് ഇതിലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സീനുണ്ട്. അതിൽ ബ്രേക്ക്ഫാസ്റ്റിൽ എന്താ പറയുക, കുറച്ച് ഈ എഗ്സും പിന്നെ മറ്റേ ടൊമാറ്റോ അതുപോലെ തന്നെ ബ്രെഡും എന്താ പറയുക ഇത് വെച്ച സാലഡും കുറച്ചിങ്ങനെ ചേർത്ത് കഴിക്കാം. അതൊക്കെ കഴിക്കാൻ തോന്നുന്നു, നമുക്ക് തന്നെ തോന്നും ഓ കൊള്ളാളിയാ സംഭവമാണ്, ഇത് അർണോൾഡിൻ്റെ ഒക്കെ ഡയറ്റ് തൂക്കാനായിരിക്കും നമുക്ക് തോന്നും. പക്ഷേ അതൊരു അമേരിക്കൻ ഒരു പറഞ്ഞാലൊരു ചെറിയൊരു ഡയറ്റും കാര്യങ്ങളാണ്. ഞാനും ഇത് എന്താ പറയുക ഒരിക്കലും അനുകരിച്ചിട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, സംഭവം കിടിലാണ്, കാണാൻ മറക്കരുത്. ഞാൻ പറഞ്ഞ് കുറേ ആയി. അപ്പോൾ മെട്രിക്സ് ഇവൻ്റെ പേരാണ് ഞാൻ പറഞ്ഞത്. കമാൻഡോ 1985. എനിക്കറിയാം ഈ വീഡിയോ കാണുന്ന എനിക്കറിയാം എല്ലാവർക്കും അറിയാം. ഈ 80s പല അതുപോലെ 90s കിഡ്സുകളുള്ള എല്ലാവർക്കും ഈ സിനിമ എനിക്കറിയായിരിക്കും. ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ ജനറേഷനിൽ കാണാത്തവർക്കാണ്, കാണുക, കണ്ട് സന്തോഷിക്കുക. അപ്പോൾ ഓക്കെ ബൈ. അടുത്തൊരു നല്ലൊരു മൂവി സജഷനിൽ വരുന്ന വയ്ക്കുന്നത് എല്ലാവർക്കും പീസ് ഔട്ട് ഗൈസ്, പീസ് ഔട്ട്.